ഡബ്ലിൻ മല്ലു വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് പോണു. ഇന്നൊരു ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ ഈ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസത്തോളമായി ആക്ച്വലി. സോ വന്നപ്പോൾ തൊട്ട് നമ്മൾ ഒരു വീട് നോക്കാനായിട്ട് നോക്കുന്നുണ്ട്. മീൻസ് ഒരു പുതിയ സ്ഥലം നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ് ആക്ച്വലി. ഏകദേശം 55,000 രൂപയോളം നമ്മൾ ചിലവഴിക്കുന്നുണ്ട് റെന്റ് തന്നെയായിട്ട്. പിന്നെ അതിൻ്റെ കൂടാതെ നമ്മുടെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടല്ലാത്തതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തൊട്ട് നോക്കുന്നതാണ് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം നോക്കി ഒരു രീതിയിലും റെസ്പോൺസ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഫൈനലി നമുക്കൊരു ചെറിയ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇതിലൊരു വീട് കാണാൻ പോകണമെന്നൊരു ധാരണയാണ് ഇരിക്കുന്നത്. അപ്പം കിട്ടുവാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാം എന്നുള്ള രീതിയിലാണ്. പൈസ കുറച്ച് കുറഞ്ഞ രീതിയിൽ നമ്മൾ ആദ്യം പേ ചെയ്യുന്ന അത്രയും പൈസ ഇല്ലാതെ കുറച്ച് കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടാൻ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പം അതിനെ ഇവിടെ റഹീനി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് എനിക്കത് കിട്ടാമെന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടുവാനെന്ന് അറിയത്തില്ല, ബട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് രാവിലെ അതിനൊന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡബ്ലിൻ മല്ലു വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മസ്റ്റായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്, ലൈക്സ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സമയം കിട്ടുന്ന പോലെയൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ എല്ലാവരും ഞാൻ വീട് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് വീട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റഹീനി സ്റ്റേഷൻ്റെ അടുത്ത് ചെന്നിട്ടുള്ള ആ ഒരു ഭാഗത്തൂടെയാണ് പോകുന്നത്. അപ്പം അവിടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി. അപ്പം 3 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കാണുന്ന നമ്മുടെ റഹീനി ടൗണിലുള്ള നമ്മുടെ അവർ ലേഡിയുടെ ചർച്ചാണ് കേട്ടോ. വലിയൊരു ഒരുമാതിരം വലിപ്പമുള്ളൊരു നമ്മുടെ കാത്തലിക്കിൻ്റെ പള്ളിയാണ് കേട്ടോ. ഈ പള്ളിയിൽ ഞാൻ കുർബാനയ്ക്കായിട്ട് പോയിട്ടില്ല, ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ നമുക്കിവിടെ സെൻറ്റ് ബ്രണ്ടൻ എന്ന് പറഞ്ഞ വേറൊരു ചർച്ചുണ്ട്. അപ്പം ഇത് വലിയൊരു പള്ളിയാണ് കേട്ടോ, കുറച്ചൊരു വലിപ്പമുള്ള പള്ളിയാണ്. ഇവിടുത്തെ പള്ളിയാണ് ഇത് ആക്ച്വലി റഹീനി ടൗണിലുള്ള. അപ്പോൾ ഞാനവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ ചെറിയൊരു വീഡിയോ ഒക്കെ പെട്ടെന്നൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയത്. നല്ലൊരു ഐശ്വര്യമുള്ളൊരു നല്ല രസമാണ് കാണാനൊക്കെ. കസേരയൊക്കെ ഇട്ടിരിക്കുന്ന ബെഞ്ചിട്ടേക്കുന്ന ടൈപ്പ് പള്ളിയാണിത്. അങ്ങനെ ജസ്റ്റ് കയറി ഇറങ്ങിയിട്ട് തിരിച്ചിറങ്ങി പോന്നു. അപ്പം പുള്ളി വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് റഹീനി ടൗണിൻ്റെ അടുത്തുള്ള ടൗണാണ്. മെയിൻ സിഗ്നലും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു ടൗണാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു ടൗൺ ഏരിയ ആണ് കേട്ടോ. നല്ലൊരു അടിപൊളിയൊരു പ്ലേസാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ്. കണ്ടില്ലേ, നല്ല ഇപ്പോൾ ചർച്ചിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്നെടുത്ത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ചർച്ച്, വലിയ ചർച്ചാണ്. ഇവിടുത്തെ ചർച്ചുകൾ മോസ്റ്റ്ലി എല്ലാം തന്നെ സബർബിൽ വരുന്ന ചർച്ചുകളൊക്കെ തന്നെ ചെറിയ ചർച്ചുകളാണ്. അങ്ങനെ പോയിട്ട് പോകുന്നു. പക്ഷെ കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ ഞാൻ വീടിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ പോയായിരുന്നു. പക്ഷേ അത് നടന്നില്ല. എന്താ പറയുക, നമുക്കൊരു വീട് നല്ലത് കിട്ടുക, അല്ലെങ്കിൽ നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. സോ അത് നടന്നില്ല ആക്ച്വലി. ഞാൻ പോയിട്ട് നിരാശപ്പെട്ട് പോരണ്ടാവും. അപ്പം നമുക്ക് അത് എളുപ്പമല്ല. മീൻസ് ഒരു വീട് നല്ലത് കിട്ടുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്ലേസ് കിട്ടുക, വില കുറഞ്ഞൊരു സ്ഥലം കിട്ടുക എന്നുള്ളത് തന്നെ വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ കിട്ടുന്ന പൈസ മൊത്തം നമ്മളിങ്ങനെ ഈ ഓരോ കാര്യങ്ങൾക്ക് ചിലവഴിച്ച് പോകും. അപ്പം അതെന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇനിയിപ്പം എവിടെയെങ്കിലുമൊക്കെ നോക്കണം. അപ്പം അത് നിരാശയാണ്. പക്ഷെ എന്നാലും നമ്മളൊരു ദിവസം അങ്ങനെ കളയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം എന്തായാലും വീട് നോക്കാൻ പോയിട്ട് അത് ശരിയായില്ല. അപ്പം അങ്ങനെ വെച്ച് ദിവസം കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഇൻസ്റ്റൻറ്റ് പാലപ്പം പൊടിയുണ്ട് നമുക്ക്. ഞാൻ നാളെ കഴിഞ്ഞ ദിവസം മേടിച്ചാണ് ഇന്ത്യൻ ഷോപ്പിൽ പോയ സമയത്ത്. അപ്പോൾ അത് വെച്ച് ഞാൻ പാലപ്പം എന്ന് പറഞ്ഞ സാധനം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. ബട്ട് എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇൻസ്റ്റൻറ്റ് പാലപ്പപ്പൊടി നമ്മുടെ വിശ്വാസിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുക്കിംഗ് മെത്തേഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാലപ്പം ഉണ്ടാക്കാനുള്ള മെത്തേഡ് നമുക്കറിയാം, പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തമായിട്ട് പാലപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടില്ല.
അപ്പോൾ ഇതിന് കുറുക്ക എന്നിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. കുറുക്കൊക്കെ ഉണ്ടാക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അത് കുറുക്കൊക്കെ ഉണ്ടാക്കി അതിലിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് കേട്ടോ ഇനി. അപ്പോൾ നമ്മുടെ ആ ഒരു കവറിൻ്റെ മുകളിൽ പറഞ്ഞേക്കണ അനുസരിച്ച് 4 ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറുക്കായിട്ട് ഉണ്ടാക്കണം. വെള്ളം തേയില വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പൊടിയുടെ മിക്സ് എല്ലാം കൂടി ഇട്ടതിന് ശേഷം കുറുക്കാക്കി എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ പൊടിയുടെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിന് ഇളക്കി വെള്ളത്തിൽ ഇളക്കിയെടുക്കുവാണ് കേട്ടോ. ഇനി ഇത് പൊടിയില്ല, എന്താ പറയുക, തരിയില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് തേയില വെച്ച് കുറുക്കിയെടുക്കണം. കുറുക്ക് പിന്നെ നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ കണ്ടിട്ടുണ്ട്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടിയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളത് ഇത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് തേയില വെച്ചിട്ട് കുറുക്ക് ഉണ്ടാക്കിയെടുക്കാം ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കലക്കി വെച്ചേക്കണം. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കുറേ നേരം ചൂടാക്കിയിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം ഉണ്ടാക്കാനുള്ളതിൻ്റെ ABCD അറിയത്തില്ല, പക്ഷേ എന്നാലും എന്താ പറയുക, അറിയാവുന്നത് പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനപ്പം ചട്ടിയിലേക്ക് നമ്മുടെ ആ ഒരു മിശ്രിതം ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇളക്കി കുറുക്കാക്കി എടുക്കണം എന്നാണ് എഴുതിയേക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കുറുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറുക്ക് നന്നായിട്ട് തണുക്കണം, തണുത്ത് കീപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം തണുക്കാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. പാലപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ വേണമായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ മേടിച്ച് ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് മേടിക്കാമെന്ന് വെച്ച് നമ്മുടെ സെൻട്രയിൽ ഇന്നാൾ പോയ സെൻട്രയിലൊന്ന് പോകാൻ വിചാരിച്ച് പോയതാണ്. പക്ഷേ അവിടെ ചെന്നിട്ടും അവിടെയും തേങ്ങാപ്പാലില്ലായിരുന്നു. അപ്പോൾ കടയിൽ പോയിട്ട് തേങ്ങാപ്പാൽ കിട്ടിയില്ല. ആക്ച്വലി തേങ്ങാപ്പാലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മുടെ ഐറിഷ് മിൽക്ക് ഹോൾ മിൽക്ക് മേടിച്ചിട്ട് വന്നു. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അത് വെച്ച് നമുക്ക് തൽക്കാലം നോക്കാം. അപ്പോൾ കുറുക്കൊക്കെ ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് ആ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യം നമുക്ക് വേണ്ട നമ്മുടെ അരിപ്പൊടിയും കുറുക്കും കൂടെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ച് ഒരു മുട്ടയും കൂടെ പൊത്തി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ എല്ലാ കൂട്ടം മുട്ടയും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ച് നമുക്ക് മാവാക്കിയിട്ട് എടുക്കണം. കുറേ സമയം എടുക്കുക അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു പാലപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മൾക്ക് മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ശരിയാവില്ലെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാനങ്ങനെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കാൻ തോന്നുന്നു അല്ലേ, ചെറുതായിട്ട് ഇച്ചിരി കൂടെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി തിക്കാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇച്ചിരിയും കൂടെ നമുക്ക് വേണമെങ്കിൽ മാവ് ഇടാമെന്ന് തോന്നുന്നു. നോക്കട്ടെ. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളത് മാവിനകത്ത് എല്ലാ കാര്യങ്ങളും ചേർത്ത് ഉപ്പ് സർവ്വ സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് കുഴച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങും എന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ആ പാക്കറ്റ് എഴുതി വെച്ചാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉപ്പും കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം എന്നുള്ളതാണ് എൻ്റെ വിചാരം. നടക്കുവാനൊന്നും അറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. മാവ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് കുഴച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ കൊണ്ട് നമ്മൾ എന്തായാലും അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പാലപ്പം ഉണ്ടാക്കാമെന്നല്ല വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിക്കൻ്റെ ലെഗ്സ് മേടിച്ചിട്ടുണ്ട് ഞാൻ. ഇത് വെച്ചിട്ട് നമുക്ക് നാട്ടിലുണ്ടാക്കും പോലെ തന്നെ നമുക്ക് നല്ല ചിക്കൻ്റെ ഗ്രേവിയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാം കൂടെ വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അപ്പത്തിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ടെൻഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ കോൺഫിഡൻസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ലെഗ്സ് നമുക്കൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെക്കാം. ഡീഫ്രോസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ. നമ്മുടെ പാലപ്പത്തിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഞാൻ ഇതിടുന്നുണ്ട്, പൊട്ടാറ്റോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വയ്ക്കുമ്പോൾ തന്നെ വെക്കാനാണ് എൻ്റെ പ്ലാൻ. എങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അരിഞ്ഞ് വെച്ച സവാള നമ്മൾ അത്യാവശ്യം ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്തേക്ക് കടുകൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് ഒരു ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ റെസിപ്പിയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ട് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറേ മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല അടിപൊളി ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനുള്ള മസാല ഞാൻ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാ കാര്യങ്ങളും ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചിക്കനിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പാലൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലപ്പത്തിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് 2 ചിക്കൻ്റെ കാറാണ് കേട്ടോ സെറ്റ് ആക്കാൻ പോണേ. അപ്പോൾ ഞാൻ അവന്മാരെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇനി അവന്മാർ നന്നായിട്ടൊന്ന് ഇരുന്ന് വെന്ത് കുഴഞ്ഞ്